രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ തുടരുകയാണ്. നാളെ വീണ്ടും ജാമ്യഹർജിയിൽ വാദം തുടരും. ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു പീഡനവും നടത്താത്ത രാഹുൽ ഈശ്വർ ഇപ്പോഴും അകത്ത് കിടക്കുമ്പോൾ മാങ്കൂട്ടത്തിന് ജാമ്യം കൊടുത്താൽ ജനങ്ങൾ എന്ത് കരുതും? എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യമായി ഒരു നല്ല കാര്യം ചെയ്തു. അടച്ചിട്ട കോടതി മുറിയിൽ വിചാരണ വേണമെന്നാവശ്യപ്പെട്ടത്. അത് പ്രോസിക്യൂഷൻ എതിർക്കാതിരുന്നത് അത് അവരുടെ കൂടി ആവശ്യമായതിനാലായിരുന്നു. അത്രയും ആക്ഷേപം കുറഞ്ഞു കിട്ടുമല്ലോ. അത് അതിജീവിതയ്ക്ക് ഒരു ആശ്വാസമാവുകയും ചെയ്യും. പലയിടങ്ങളിൽ നിന്നും പരാതികൾ എത്തുമ്പോൾ രാഷ്ട്രീയ നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തെ പരസ്യമായി തന്നെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. പൊതുപ്രവർത്തകർ കാണിക്കേണ്ട മിനിമം മര്യാദ പോലും സ്ത്രീ വിഷയത്തിൽ അദ്ദേഹം കാണിച്ചില്ല. മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ എന്നല്ലാതെ എന്തു പറയാൻ? പക്ഷേ ഇപ്രാവശ്യം കോൺഗ്രസ് പാർട്ടി കാണിച്ചത് വളരെ മര്യാദയും മാതൃകയും തന്നെയാണ്. മുകേഷ് MLA കാര്യത്തിൽ ചെയ്തതുപോലൊന്നും അവർ ചെയ്തില്ല. പീഡനത്തിൻ്റെ തീവ്രത പഠിപ്പിച്ച ക്ലാസ്സിൽ കോൺഗ്രസ്സുകാരന്ന് പോയി കാണില്ല. അതുകൊണ്ടാവും മുകേഷിൻ്റെ പീഡനം തീവ്രമല്ലാത്തതും രാഹുലിൻ്റേത് തീവ്രമായതിൻ്റെയും കണക്ക് അവർക്ക് അറിയാൻ പറ്റാതെ പോയത്. എന്തായാലും രാഷ്ട്രീയക്കാർ പീഡനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് രാഷ്ട്രീയ ഭാവിക്ക് നന്നായിരിക്കും. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന് എഴുത്തച്ഛൻ എഴുതിയത് സുമ്മാവല്ല കേട്ടോ.